പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യൻ സന്ദർശനത്തിന്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നത്. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാകും പുടിൻ ഇന്ത്യയിലെത്തുക. റഷ്യ ഉക്രൈൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടായിരിക്കും റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. സന്ദർശനത്തിൽ സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളും നടന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. സന്ദർശനം നടത്തുന്ന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ മാസം കസാനിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നതിനിടെ പുടിനുമായി മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കാൻ പുടിനെ അന്ന് മോദി ക്ഷണിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരിക്കും പുടിന്റെ സന്ദർശനം. പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് 2021 ഡിസംബർ 6-നായിരുന്നു. നരേന്ദ്രമോദിക്കൊപ്പം ഡൽഹിയിൽ നടന്ന 21ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിരുന്നു പുടിൻ എത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലേക്കുള്ള യാത്രക്കാർക്കായി കാനഡ എയർപോർട്ട് സ്ക്രീനിംഗ് കർശനമാക്കുന്നു. സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് പ്രഖ്യാപനം. കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ ഉയർന്ന സുരക്ഷാ സ്ക്രീനിംഗ് നടപടികൾ നേരിടേണ്ടി വരും. കനേഡിയൻ ഗതാഗത മന്ത്രി അനിത ആനന്ദ് പുതിയ പ്രോട്ടോകോളുകളുടെ ഭാഗമായി ഈ നീക്കം പ്രഖ്യാപിച്ചു. ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാറിനെ കനേഡിയൻ മണ്ണിൽ കൊലപ്പെടുത്തിയതിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ നീക്കം. പുതിയ സുരക്ഷാ പ്രോട്ടോകോളുകളെ കുറിച്ച് എയർ കാനഡ ഇന്ത്യയിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി. പ്രീ ബോർഡിംഗ് പരിശോധനകൾക്കിടയിൽ അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ദീർഘനേരം കാത്തിരിക്കേണ്ടി വരും. സുരക്ഷാ പരിശോധന കർശനമായതിനാൽ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളങ്ങളിൽ എത്തിച്ചേരണമെന്ന് എയർ കാനഡ യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാനയിൽ ഉജ്ജ്വല വരവേൽപ്പ്. ഗയാനയുടെയും ബാർബഡോസിന്റെയും പരമോന്നത ദേശീയ പുരസ്കാരം മോദിക്ക് സമ്മാനിക്കും. 56 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനയിലെത്തുന്നത്. പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയുടെ ക്ഷണപ്രകാരം എത്തിയ മോദിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തോടൊപ്പം 1 ഡസനിലധികം ക്യാബിനറ്റ് മന്ത്രിമാരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് എക്സലൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ബാർബഡോസ് പരമോന്നത ബഹുമതിയായ ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് പുരസ്കാരവും പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കും. ഈ അംഗീകാരങ്ങളോടെ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം 19ആയി. നേരത്തെ ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ പ്രധാനമന്ത്രിക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് സുപ്രധാന പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലെ സ്വകാര്യ മേഖലയിൽ സ്വദേശീവൽക്കരണ നടപടികൾ പുരോഗമിക്കുന്നു. ഈ വർഷത്തെ സ്വദേശവൽക്കരണ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഡിസംബർ 31-ന് അവസാനിക്കും. കമ്പനികൾക്ക് സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാനുള്ള സമയപരിധി അവസാനിക്കാറായെന്ന് മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു. 50 ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2% സ്വദേശികളെ നിയമിക്കണമെന്നാണ് നിബന്ധന. 20 മുതൽ 49 വരെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ 1% എമിറാത്തികളെ ജോലിക്കെടുക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജനുവരി 1-ന് ശേഷം സ്വദേശിവൽക്കരണം പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങൾക്ക് ഓരോ സ്വദേശിക്കും 96,000 ദിർഹം വീതം പിഴ നൽകേണ്ടി വരും. 2026 അവസാനത്തോടെ സ്വദേശിവൽക്കരണം 10% ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രതിവർഷം 12,000 സ്വദേശികൾക്ക് പദ്ധതി മുഖേന ജോലി ലഭ്യമാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ഇന്ത്യയും UK-യും. ചർച്ചകൾ പുതുവർഷത്തിൽ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്ത വർഷം ആദ്യം കരാർ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയും തയ്യാറെടുപ്പ് നടത്തുന്നത്. ബ്രസീലിൽ നടന്ന G20 ഉച്ചകോടിക്കിടെ മോദിയുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു പ്രഖ്യാപനം. FTAയ്ക്കായുള്ള ഇന്ത്യ-UK ചർച്ച 2022 ജനുവരിയിലാണ് ആരംഭിച്ചത്. ഇരു രാജ്യങ്ങളും പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയതിനാൽ ചർച്ചകൾ സ്തംഭിച്ചു. ഇന്ത്യൻ വ്യവസായം തങ്ങളുടെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക്
UK വിപണിയിലെ IT, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിൽ നിന്ന് കൂടുതൽ പ്രവേശനം ആവശ്യപ്പെടുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി കൂടാതെ നിരവധി സാധനങ്ങൾക്ക് വിപണി പ്രവേശനവും അനുവദിക്കും. സ്കോച്ച് വിസ്കി, ഇലക്ട്രിക് വാഹനങ്ങൾ, ആട്ടിൻ മാംസം, ചോക്ലേറ്റുകൾ, ചില മിഠായികൾ തുടങ്ങിയ സാധനങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ ഗണ്യമായ കുറവ് വരുത്താൻ UK ശ്രമിക്കുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ, നിയമ, സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ ഇന്ത്യൻ വിപണികളിൽ UK സേവനങ്ങൾക്ക് ബ്രിട്ടൻ കൂടുതൽ അവസരങ്ങൾ തേടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.